ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പണ്ട് സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഹാൻഡ് മൈക്കിലൂടെ സുവിശേഷ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അന്ന് എന്നെ പലരും തടഞ്ഞു നിർത്തി യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട് എന്ന് തന്നെ ഞാൻ തെളിച്ച് പറയും. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു സൃഷ്ടാവാണെന്നും തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ യേശുവിനെ മഹാദൈവം എന്നും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ സത്യദൈവം എന്നും നിത്യമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ യശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശുവിനെ വീരനാഥ ദൈവം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം എന്ന് വിശേഷിപ്പിക്കാൻ ഇത്തരം തെളിവുകൾ മതിയല്ലോ. അതൊക്കെ വെച്ചാണ് ഇന്ന് അനേകരും ലോകത്തിലെമ്പാടും യേശു ക്രിസ്തു ദൈവമാണെന്നും ദൈവത്തിൽ 3 ആളത്വം ഉണ്ടെന്നും ത്രിയേക ദൈവം എന്നൊക്കെയുള്ള വിഷയത്തെക്കുറിച്ച് ഭയങ്കര പ്രതിവാദങ്ങൾ നടക്കുന്നതിൻ്റെ കാരണം ഇതാണ്. എന്നാൽ ഇന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് യേശുക്രിസ്തു ദൈവമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും സത്യമായും യേശുക്രിസ്തു ദൈവമാണല്ലോ. എന്ത് സംശയിക്കുന്നു? ബൈബിളിലെ വാക്യം ആകാശവും ഭൂമി നീങ്ങിപ്പോയാലും ഒരു നാൾ നീങ്ങിപ്പോകില്ല, മാറ്റമില്ല, സത്യം. എന്നാൽ നമുക്ക് തിരുവനന്തപുരത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പം 2 പേരാണല്ലോ. വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഒന്നല്ലല്ലോ, 2 അവൻ. അതിന് പിന്നെ വീണ്ടും അവൻ എന്നുള്ള പേര് കൊടുത്തു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അപ്പം ഇവിടെയും 2 പേരെയാണ് പറയുന്നത്, ഒരാളല്ല. യേശുക്രിസ്തുവിലൂടെ യേശു മുഖാന്തരം ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. യേശു സൃഷ്ടിച്ചു എന്നല്ല, യേശുവിന് പിന്നിൽ സ്വർഗസ്ഥ പിതാവ് യേശുവിനെ ഉപയോഗിച്ച് യേശുവിനോട് കൂടെ പ്രവൃത്തി ചെയ്യുന്നു. ഇനി കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. യേശുക്രിസ്തു, അവൻ എന്ന വാക്കിനാണ് യേശുക്രിസ്തു പറയുന്നത്. 1-ാം അധ്യായം 15-ാം വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും പ്രതിരൂപവും സകലത്തിനും സകല സൃഷ്ടിക്കും ആദ്യനും ആകുന്നു. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലതും യേശുക്രിസ്തു മുഖാന്തരം യേശുക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവനും സകലത്തിൻ്റെയും ആധാരവും ആയിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഇതെല്ലാം ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനാൽ പിതാവായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത്. തിരുവചനം വ്യക്തമായി പഠിക്കുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം കാണുമ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ മുതൽ വെളിപ്പാട് തീരുന്നിടം വരെയുള്ള വിഷയങ്ങൾ എപ്പോഴേയും ഇങ്ങനെ തന്നെയാണ്. ഇനി ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1 വാക്യം നമുക്ക് വായിക്കാം.
വിശ്വാസം എന്നതോ ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അങ്ങനെയാണല്ലോ പൂർവന്മാരായ ആളുകൾ സാക്ഷ്യം പ്രാപിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് പെരുമാറും. ദൈവം തൻ്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചു, ലോകത്തെ ഉളവാക്കി. ദൈവം തൻ്റെ വചനത്താൽ ലോകത്തെ ഉളവാക്കി. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു ക്രിസ്തു രക്തം തെളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേര്. യേശു ക്രിസ്തുവിൻ്റെ പേരാണ് ദൈവവചനം. കാരണം സകലതും യേശു ക്രിസ്തുവിന് യോഹന്നാന്റെ സുവിശേഷം ആരംഭിച്ചിരിക്കുന്ന വചനം ദൈവത്തോടുകൂടിയായിരുന്നു. അവൻ്റെ പേര് വചനം എന്നാണ്. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും യേശു ക്രിസ്തു ദേഹരൂപമായി വസിക്കുന്നുവെന്നും കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് യേശു എല്ലാത്തിനും കാരണപ്രദനാണ്. ലോകം സൃഷ്ടിക്കുന്ന മുമ്പേ തന്നെ, ആകാശവും ഭൂമിയും സകലം സൃഷ്ടിക്കുന്നതിന് മുമ്പേ പിതാവിനോടൊത്ത് പുത്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തു എക്കാലത്തും ദൈവമാണ്. ഇനി ക്രിസ്തു യേശുവിലൂടെ ദൈവപുത്രന്മാരാണ്. അത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധരായി യേശുവിനെ അനുഗമിച്ച് ജീവിക്കുന്നവർക്ക് ദൈവപുത്രന്മാരുമാണ്. അതായത് നമ്മൾ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കും. യേശു ക്രിസ്തുവിനോട് സദൃശരായിട്ടുള്ള പുത്രന്മാരായി നമ്മളും തീരും. അപ്പോൾ നമ്മുടെ പേരും യേശു ദൈവമാണെങ്കിൽ ദൈവത്തിന് ജനിച്ചവരുടെ പേരും ദൈവങ്ങൾ എന്ന് വരും. അതെ, അതൊക്കെ പിന്നീട് തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ദൈവവചനത്തോ ഇത്രയും മനോഹരമായ പുസ്തകം, ഇതിൽ എഴുതിയിരിക്കുന്ന വാക്ക് വള്ളിയോ പുള്ളിയോ മാറ്റമില്ല. നമുക്ക് തുടർന്ന് വീണ്ടും ഈ വചനം ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കും. യാതൊരു തർക്കങ്ങളും വേണ്ട, വാദപ്രതിവാദവും വേണ്ട, സംശയങ്ങളും വേണ്ട. ദൈവവചനത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നതനുസരിച്ച് നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്.